ലോകത്തിന് ബോധ്യമില്ലേ പാകിസ്ഥാനാണ് ഇന്ന് ലോകത്ത് തന്നെ ഭീകരവാദത്തിൻ്റെ പ്രഭവ കേന്ദ്രങ്ങളിലൊന്ന് എന്ന കാര്യത്തിൽ ആർക്കാണ് സംശയമുള്ളതെന്നേ? ഇപ്പോൾ താലിബാൻ്റെ ഉന്നത നേതാവായിരുന്ന, അമേരിക്കയിൽ വലിയ സ്ഫോടനങ്ങൾ ആക്രമണങ്ങൾ ഒക്കെ ആസൂത്രണം ചെയ്തിട്ടുള്ള ഒസാമ ബിൻ ലാഡനെ എവിടുന്നാ പിടിച്ചത് ഇത് ലോകത്തിനറിയില്ലേ? അബോട്ടാബാദ്, പാകിസ്ഥാനിലെ അബോട്ടാബാദിൽ നിന്നാണല്ലോ ബിൻ ലാദനെ പിടിച്ചത് എന്ന് മാത്രമല്ല, ലോകം ആഗോള തീവ്രവാദി സംഘടനകളായി പ്രഖ്യാപിച്ചിട്ടുള്ള ലഷ്കർ എ തായിബയുടെ ആസ്ഥാനം എവിടെയാണ്? പാകിസ്ഥാനല്ലേ? അതുപോലെ തന്നെ ഹർക്കത്തുൽ മുജാഹിദിൻ്റെ ആസ്ഥാനം എവിടെയാണ്? പാകിസ്ഥാനല്ലേ? ജെയ്ഷെ മുഹമ്മദിൻ്റെ ആസ്ഥാനം എവിടെയാണ്? പാകിസ്ഥാനല്ലേ? ഇതൊക്കെ ഐക്യരാഷ്ട്ര സംഘടന ആഗോള ഭീകര സംഘടനയായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന സംഘടനകളാണ്. ആ സംഘടനകളൊക്കെ നിരുപാധികം വളരെ സുഖകരമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മണ്ണാണ് പാകിസ്ഥാൻ്റെ. ലോകത്ത് ഐക്യരാഷ്ട്ര സംഘടന പ്രഖ്യാപിച്ച ആഗോള ഭീകരന്മാരിൽ 2 പേർക്ക് അഭയം നൽകിയിരിക്കുന്നത് ഇപ്പോഴും പാകിസ്ഥാനിലല്ലേ? ഹാഫിസ് സയ്യിദ്, മസൂദ് അസർ. ഈ 2 പേരും വളരെ സുഖകരമായിട്ട് വലിയ ഗവൺമെൻറ് സെക്യൂരിറ്റിയോടുകൂടിയാണ് അവരവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ലോകത്തിന് വളരെ കൃത്യമായിട്ട് അറിയാവുന്ന കാര്യമാണ്. ഇവർക്കൊക്കെ ഐക്യരാഷ്ട്ര സംഘടന ഇവരുടെയൊക്കെ തലയ്ക്ക് വില പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നിട്ടുകൂടിയും ഇവരെയൊന്നും പിടിക്കാനോ അറസ്റ്റ് ചെയ്യാനോ അവിടെ ജയിലിലിടാനോ അല്ലെങ്കിൽ അന്താരാഷ്ട്ര കോടതിക്ക് കൈമാറാനോ പാകിസ്ഥാൻ തയ്യാറായിട്ടില്ലല്ലോ. അപ്പോൾ ഈ കാരണങ്ങളാലൊക്കെ പാകിസ്ഥാനെ സംബന്ധിച്ച് അന്താരാഷ്ട്ര പ്രതിച്ഛായ എന്ന് പറയുന്നത് വളരെയധികം വലിയ രീതിയിൽ നഷ്ടമായിട്ടുണ്ട്.